ഹായ് ഹലോ ഇന്നൊരു കപ്പ കുഴച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 കപ്പ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെക്കാം. വീണ്ടും 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് വാരി വെച്ചു. ഇനി ഒന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാം. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞ കപ്പ അതിലേക്ക് ഇടാം. കപ്പ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി അത് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒന്നിളക്കി കപ്പ വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണിത്, അതുകൊണ്ടാണ് ഇത്ര വലിപ്പത്തിൽ അരിഞ്ഞത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു. കപ്പ ഏകദേശം വേവാറാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി ബാക്കി കൂടി വേവിച്ചെടുക്കാം. കപ്പ വേവാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിനായിട്ട് 1 മുറി നാളികേരം തിരികിയതാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകം എടുത്തു. കുറച്ച് വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണ്. കുറച്ച് കറിവേപ്പില. ഇതൊന്ന് അരച്ചെടുക്കണം. ചതച്ചെടുത്താൽ മതിയാവും. അപ്പോഴേക്കും കപ്പ വെന്തിട്ടുണ്ടാവും. ഒരു കപ്പ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടോയെന്ന്. കപ്പ വെന്ത് കഴിഞ്ഞു. ഇനി അതൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പ എടുത്ത് വെച്ചു. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കണം. മഞ്ഞൾപ്പൊടി ഒന്ന് വെന്തതിന് ശേഷം ഈ അരപ്പും കൂടി അതിലേക്ക് ഇടണം. ലോ ഫ്ലെയിമിലാണ് അടച്ച് വെച്ചിരിക്കുന്നത്. ഇനി അരപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരപ്പൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് അരപ്പൊന്ന് വേവിച്ചെടുക്കാം. അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ കപ്പ കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്.
ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.